ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരു അത്രയും ഡിസ്റ്റൻസുള്ള യാത്രയായതുകൊണ്ട് ഈ ഫ്രീസറുള്ള മൊബൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കേണ്ടതാണ്. അങ്ങനെ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത്. അങ്ങനെ നിർദ്ദേശം ലഭിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സൂപ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ഏതായാലും മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചു, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലെ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ. ദേവസ്വം വിജിലൻസിനോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളത്തോടെ ഞങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ നെയ്യിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ പറ്റും. ഇതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അതിൽ ഇടനിലക്കാരുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രാഥമിക നിലയത്തിൽ ഇടനിലക്കാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ ഫലപ്രദമാവില്ല. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം. അതാണ് ദേവസ്വം വകുപ്പിൻ്റെ നിലപാട്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുക്കും. അല്ല, അത് വിജിലൻസ് എടുത്ത കേസാണ്. പക്ഷെ അതുകൊണ്ടാവില്ല. ഇത് ദേവസ്വം മാത്രമല്ല, ദേവസ്വത്തിൻ്റെ ഒത്താശയോടുകൂടെ ചില ഇടനിലക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അവരാണ് ഈ കൃത്രിമം കാണിച്ചിട്ടുള്ളതെന്ന്, അതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിവരം. നാളെ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഉറപ്പാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേ മതിയാവും.